I've been getting a lot of enquiries regarding the ACCA course, അതിന്റെ job opportunities എങ്ങനെയാണ്, difficulty level and all of that. So I thought of making an elaborated video so that it's useful on a larger scale. So watch this video from start to end, because by the end of the video, I'm going to take you not only to the positive side of the course, but as well as the negative side, so that you can decide if you need to opt for this course according to your potential and abilities. Okay? So ACCA, which is Association of Certified Chartered Accountants. ACCA എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്, as you all know. കാരണം നമ്മൾ CA, CMA, CS, MBBS ഒക്കെ പോലെ തന്നെ this is also a professional course run by a professional body. അപ്പം ACCA-ന്റെ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ACCA-ന്റെ പേപ്പേഴ്സ് വരുന്നത് എന്നുള്ളത്. നമുക്ക് ഓൾ ടുഗെദർ 13 പേപ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ബി എ ബ്രീഫ് വീഡിയോ അബൌട്ട് ഈച്ച് ഓഫ് ദ പേപ്പർ. ഓരോ പേപ്പർ അതിന്റെ സെക്ഷൻസ് എങ്ങനെയാ വരുന്നത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോളജ് ലെവൽ ഉണ്ട്, അത് പാസ്സായി കഴിഞ്ഞാൽ വിൽ മൂവ് ഓൺ ടു ദ സ്കിൽ ലെവൽ. ദെൻ അറ്റ് ലാസ്റ്റ് വി ഹാവ് ദി പ്രൊഫഷണൽ പേപ്പേഴ്സ്. അപ്പൊ നോളജ് ലെവലിൽ നമുക്ക് 3 പേപ്പർ ആണുള്ളത്, F1, F2, F3. ഇത് മൂന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. CBE എക്സാംസ് ആണ് നമ്മൾ കൊടുക്കുക. നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, ദീസ് 3 എക്സാംസ് നമ്മൾ പഠിച്ചു തീരും. ഇപ്പം ഇമാജിൻ ഞാൻ ഒരു 10 days കൊണ്ട് പഠിച്ചു തീരുവാണെങ്കിൽ എനിക്ക് 11th day പോയിട്ട് എക്സാം എഴുതാം. ഇതിന്റെ സെന്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പം ഇമാജിൻ ഐ എം ടേക്കിംഗ് 2 months, ദെൻ ആ 2 months കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം എഴുതാം. ഓക്കെ, സോ അതിനൊരു പ്രത്യേക സ്പെസിഫിക് ടൈം പീരീഡ് ഇല്ല. ഈവൻ ഫോർ F4, ഈവൻ ദോ അത് സ്കിൽ പേപ്പറിൽ വരുന്നതാണെങ്കിലും F4-നും സെയിം മെത്തേഡ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇതില് നമുക്ക് പാസ് റേറ്റ് കാണാൻ പറ്റുന്നുണ്ട് സൈഡില്. ബട്ട് വാട്ട് ഐ ഹാവ് ടു ടെൽ ഇസ് ദാറ്റ് ഒത്തിരി പേര് ഈ പാസ് റേറ്റ് നോക്കിയിട്ട് പേപ്പേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കുറെ പേരുണ്ട്, ദേ തിങ്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇഫ് ദേ ഹാവ് നോ ഐഡിയ, ദേ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ആദ്യം F1 എഴുതണം, പിന്നെ F2 എഴുതുന്നു, F3 എഴുതണം, പിന്നെ F4 എഴുതുന്നു. ജസ്റ്റ് ലൈക്ക് ദ നമ്പേഴ്സ് ഐ ഹാവ് ടു ഗോ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ആദ്യം F3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ F1 ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഓക്കെ, അതിൽ തന്നെ ഇപ്പം ഇമാജിൻ ബിസിനസ് ടെക്നോളജിയിൽ ഇറ്റ് ഇസ് 85% പാസ് റേറ്റ് ദിസ് ഇയർ. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് പേപ്പർ BT ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ് ടെക്നോളജിന്റെ ഷോർട്ട് ഫോം ആണ്, BT ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് തിയോറട്ടിക്കൽ പേപ്പേഴ്സ് ആയിരിക്കും ഈസി, ചില കുട്ടികൾക്ക് ഈസി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പേപ്പേഴ്സ് ആയിരിക്കും. ആൻഡ് വി ഹാവ് സം പേപ്പേഴ്സ് വിച്ച് ഹാവ് എ മിക്സ് ഓഫ് ന്യൂമറിറ്റിക്കൽ ആൻഡ് ബോത്ത് തിയോറി. ഓക്കെ, അപ്പം ഇറ്റ്സ് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്. നിങ്ങൾ ഏത് സൈഡിലാണ് ഗുഡ്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പോ BT-യിൽ നമുക്ക് ബേസിക്കലി ബേസ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് പ്യോർലി മൈ സജഷൻ. ഐ വുഡ് ഓൾവേസ് സേ സ്റ്റാർട്ട് വിത്ത് ബിസിനസ് ടെക്നോളജി. കാരണം അതിൽ നമ്മളുടെ എല്ലാ ബേസും പഠിപ്പിച്ചു പോകുന്നുണ്ട്. എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സ്, അങ്ങനെയുള്ള ഓരോ ഡെഫിനിഷൻസും പഠിപ്പിക്കുന്നത് BT-യിലാണ്. അപ്പം സയൻസ് എന്ന് വന്ന് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, BT തന്നെ ഓപ്റ്റ് ചെയ്യുക ആദ്യം. ആൻഡ് ദെൻ ഇറ്റ്സ് ബെറ്റർ ടു ഡു FA, വിച്ച് ഇസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ആൻഡ് ദെൻ MA. ഓക്കെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് ഇതിൽ കുറച്ചും കൂടി, ഈ 3 പേപ്പേഴ്സിൽ ഡിഫിക്കൽട്ട് എന്ന് പറയപ്പെടുന്നത് MA ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ യു മൂവ് ഓൺ ടു ദ സ്കിൽ എക്സാംസ്. ഓക്കെ, സ്കില്ലിൽ നമുക്ക് വരുന്നത് ലോ, PM, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, AA ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. AA ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് വൈ ഐ വിൽ ടെൽ യു ലാംഗ്വേജ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ലാംഗ്വേജ് സൈഡ്. ലാംഗ്വേജ് നന്നായിട്ട് അറിയണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെയധികം അറിയുന്നവർക്ക് മാത്രമേ ACCA എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. യെസ്, ACCA എന്ന് പറയുന്നത് ഒരു UK കോഴ്സ് ആണ്. ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് വി ആർ സ്റ്റഡിങ് അബൌട്ട് UK law, UKയുടെ ടാക്സേഷൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് എന്നുള്ളത് ഒട്ടും അറിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ട് അറിയാം, കുറച്ച് ഗ്രാമറിൽ കുറച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. നിങ്ങൾക്ക് കാരണം എല്ലാ പേപ്പേഴ്സിലും നിങ്ങൾക്ക് എന്തില്ല, ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാനൊന്നും വരുന്നില്ല. അത് കുറച്ചും കൂടി AA-യിൽ എത്തുമ്പോഴും പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിലൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഏരിയാസ് വരുന്നുള്ളൂ. ആൻഡ് ബൈ ടൈം യു ലേൺ അബൌട്ട്, യു വിൽ ഫിഗർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഒരു ആവറേജ് നിൽക്കുന്ന, അല്ലെങ്കിൽ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒത്തിരി പേരും ACCA എടുക്കുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദിസ് എന്ത് എല്ലാ
പേപ്പേഴ്സ് ക്ലിയർ ആയി പോകുന്നുണ്ട്. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പക്ഷെ തീരെ അറിയില്ലെങ്കിൽ യെസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ ഇഷ്യൂ. ദെൻ വി ഹാവ് ദി പ്രൊഫഷണൽ പേപ്പേഴ്സ്. ഈ പ്രൊഫഷണൽ പേപ്പേഴ്സിൽ തന്നെ SBRും SBLും ആണ് നമുക്ക് കമ്പൽസറി. ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 പേപ്പേഴ്സ് ഉണ്ട്, which is AFM, APM, ATX and AAA. You can see like financial managementന്റെ advanced version ആണ് advanced financial management. Performance managementന്റെ advanced version ആണ് APM. ടാക്സിന്റെ advanced version ആണ് ATX. AA advanced version ആണ് നമ്മളെ AAA. ഓക്കെ, advanced AA എന്ന് പറയുന്നത്. സോ നിങ്ങൾ സ്കില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്ത് നിങ്ങൾ ഏത് പേപ്പേഴ്സിലാണ് നല്ലത്. ഇപ്പൊ ഇമാജിൻ ഇഫ് ഐ ആം ഗുഡ് അറ്റ് AA, FR ആൻഡ് ടാക്സേഷൻ, ഞാൻ അധികവും ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും AAA, ATX ഓർ AFM ആയിരിക്കും. സോറി, FR അല്ല, FM ലാണ് if I'm good, AFM. Okay, or maybe if I'm good at AA and taxation, then I would go for AAA and ATX. Okay, അപ്പൊ it depends upon which papers you are good at എന്നുള്ളതാണ്. So that's it, പ്രൊഫഷണൽ പേപ്പേഴ്സിന്റെ വരുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ നോളജ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്കില്ലിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, which I'll explain in the next slide. ഓക്കെ, നമുക്ക് രണ്ട് ഏരിയാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. ദിസ് ഇസ് ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി സ്റ്റുഡൻസ്, ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ACCA ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻസ് ആൻഡ് ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി സ്റ്റുഡൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇമാജിൻ നിങ്ങൾക്ക് എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് അക്കൗണ്ടൻസിയിൽ 60% എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എടുക്കാം? ACCA ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളെ അവർ കാറ്റഗറൈസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് കാറ്റഗറൈസ് ആവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ. അതല്ല നിങ്ങളിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ കൊമേഴ്സിൽ, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിന് തന്നെ 60% ബിലോ ആണെങ്കിൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ഫോൾ ഇൻ ടു FIA. എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ACCA ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? ഇപ്പം ഇമാജിൻ F3 എഴുതി, F3 എഴുതിയിട്ട് F1, F2 ചെയ്യാണ്ട് ഡയറക്റ്റ് F7 എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് F4 എഴുതണമെങ്കിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് F1, അതായത് F1 to F9 ഏത് ഓർഡറിലും നിങ്ങൾക്ക് പോവാം. അതേസമയം FIA സ്റ്റുഡൻസ്, ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ F1, F2, F3 ക്ലിയർ ചെയ്യാതെ, അൺലെസ് ആൻഡ് അൺടിൽ യു ക്ലിയർ ദീസ് 3 പേപ്പേഴ്സ് യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ടു സ്കിൽ എക്സാംസ്. നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി വരില്ല എന്നുള്ളൊരു ഡിഫിക്കൽട്ടി മാത്രമാണ്. പക്ഷെ ദോസ് ഹു ആർ കമ്മിങ് ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഐ വുഡ് ഓൾവേസ് സേ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉള്ളത് നല്ലതാണ്. കാരണം ബേസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കില്ലിലേക്ക് നിങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ. ആൻഡ് അതിവിടെ ഇപ്പം ACCA ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നോളജ് ആൻഡ് സ്കില്ല് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഫഷണലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പ്രൊഫഷണലിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഈ പേപ്പേഴ്സ് ഒന്നും ചെയ്യാണ്ട് യു കനോട്ട് മൂവ്. അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. Now I am going to talk about exemptions. അതായത് BCom എടുത്തവർ പിന്നെ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, BCom സ്റ്റുഡൻസ് എക്സെംഷൻസ് കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഇമാജിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 4 പേപ്പറോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ 5 പേപ്പറോ ഒറ്റ എക്സെംഷൻ കിട്ടാം. ഓക്കെ, ഫസ്റ്റത്തെ 5 പേപ്പറിൽ 4 പേപ്പറും സ്കില്ലിലത്തെ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് എക്സെംഷൻ കിട്ടാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഡിഗ്രി യു ആർ ടേക്കിംഗ്. അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരാം. ചിലവർക്ക് 2 പേപ്പർ എക്സെംഷൻ കിട്ടുള്ളൂ, ചിലർക്ക് 4 പേപ്പർ കിട്ടും, ചിലർക്ക് 5 പേപ്പർ കിട്ടും. സോ ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ കുറെ പേര് ചോദിക്കും, അപ്പൊ എന്നാ പിന്നെ ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് ACCA ചെയ്യുന്നതല്ല നല്ല, എനിക്ക് പേപ്പേഴ്സ് അത്രയും എക്സെംഷൻ കിട്ടില്ല. ഐ വുഡ് സേ ഇറ്റ് ഇസ് അട്ടർ ഫൂളിഷ്നെസ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ACCA നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അതല്ലാതെ 12th ശേഷം തന്നെ ഐ വിൽ ഡു ഡിഗ്രി ദെൻ ഐ വിൽ ഡു ACCA എന്ന് പറയുന്നത് പൊട്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 3 years യു ഹാവ് ടു ഇൻവെസ്റ്റ് ഫോർ ഡിഗ്രി. ഓക്കെ, എന്നിട്ട് വീണ്ടും മേ ബി ഒരു 2.5 or 3 years or 2 years നിങ്ങൾ ACCA ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആവാനുള്ള ചാൻസ് കുറയാണ്. സോ ഐ വുഡ് സജസ്റ്റ് ബെറ്റർ നിങ്ങൾ 12th കഴിഞ്ഞിട്ട് ഒരു 4 years ACCA കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേഗം പേപ്പേഴ്സ് ക്ലിയർ ആവാനും ജോബ് കിട്ടാനൊക്കെ ഉള്ള ചാൻസസ് ആർ ഹൈ. അപ്പം ബട്ട് യെസ്, നിങ്ങളെ കോളേജ് ലൈഫ് അവിടെ മിസ്സാവും. സോ അത് വിചാരിച്ചിട്ട് കുറെ പേര് ഡിഗ്രിക്ക് പോയിട്ട് then if you're going for ACCA, that's understandable. But even though I personally do not recommend that. Okay, now നമുക്ക് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്രയാണ് മാം ഇതിന്റെ ഫീസ് ഒക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോ നമുക്ക് ഇനീഷ്യൽ രജിസ്ട്രേഷൻ വരുന്നത് പൗണ്ട്സ് ആണ് നമുക്ക് വരിക.
okay, which is 3,124 rupees വരുള്ളൂ നിങ്ങൾ ACCA ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ. അല്ലാത്തവര് 89 പൗണ്ട് അടയ്ക്കണം. FIA ആണെങ്കിൽ 89 പൗണ്ട്സ് അടയ്ക്കണം, which is around 9,500 rupees. പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്, which is 122 pounds, that is nearly 12,700 rupees. അപ്പോ ഈ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങളിപ്പം ഒരു ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്യില്ല എല്ലാ വർഷവും ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട്. അതേപോലെ തന്നെയാണ് ACCക്ക് ചെറിയ എമൗണ്ട് അല്ല, ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് എമൗണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ റിന്യൂ ചെയ്യണം. അത് ഈവൻ നിങ്ങൾ ഒരു ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായാലും ACCA മെമ്പർ ആയാൽ പോലും നിങ്ങൾ എപ്പോഴും ഈ എമൗണ്ട് അൺടിൽ യുവർ ഡെത്ത്, അൺടിൽ യു ഹാവ് ടു കീപ് യുവർ പോർട്ടൽ ഓപ്പൺ, നിങ്ങൾ അത് പേ ചെയ്യണം എന്നുള്ളത്. അപ്പൊ കുറെ പേര് ചോദിക്കും അത് ഭയങ്കര നഷ്ടല്ലേ എന്ന്. ബട്ട് വൺസ് യു ആർ ആൻ ACCA ക്വാളിഫൈഡ് പേഴ്സൺ, നിങ്ങൾക്ക് കിട്ടുന്ന ജോബിന്റെ ഒരു 2% മാത്രമായിരിക്കും ഈ ഒരു എമൗണ്ട്. സോ അങ്ങനെ അതിനെ വ്യൂ ചെയ്യുമ്പോൾ ഇറ്റ്സ് വർത്ത് ഇറ്റ്. So and as you know, it's a professional qualification. അപ്പൊ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പം അതിൻ്റെതായ കുറെ ഫോർമാലിറ്റീസും വരുന്നുണ്ട്. Then we have applied knowledge exams, F1, F2, F3. CBA ആയിരിക്കും 84 pounds ആണ് വരുന്നത്. സ്കിൽ എക്സാം വരുന്നത് 111 pounds ആണ്. Then ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. കുറെ പേര് ഇതിനെ പറ്റി അവെയർ അല്ല. അതായത് നിങ്ങൾ ഈ സ്കില്ലും നോളജും പിന്നെ പ്രൊഫഷണൽ പേപ്പേഴ്സും മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പോരാ, ഒരു ചെറിയ ഒരു മോഡ്യൂൾ, ജസ്റ്റ് സ്മോൾ വീഡിയോസ് പോലെയാണത്, ACCA സൈറ്റിൽ ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാവും, നിങ്ങൾക്ക് മാത്രം ഉള്ള ഒരു രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. ഈ പാസ്വേഡിനും രജിസ്ട്രേഷൻ ഐഡിയിലുമാണ് നിങ്ങൾ എക്സാമിന്റെ ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുക. ഇത് ത്രൂ ആണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പം അതിലുള്ള ഒരു സാധനമാണ് പ്രൊഫഷണൽ സ്കിൽസ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതും യു ഹാവ് ടു കംപ്ലീറ്റ്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബിഫോർ യു ഗെറ്റ് ക്വാളിഫൈഡ് യു ജസ്റ്റ് നീഡ് ടു കംപ്ലീറ്റ് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് സ്കിൽ എക്സാംസിന്റെ ഫീസ് ഇപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് അറൌണ്ട് ഈ പറഞ്ഞ മാതിരി 14,000 ഒക്കെ വരും. ഇപ്പൊ ഫീസ് കൂടിയിട്ടുണ്ട് 7%. Then we have പ്രൊഫഷണൽ പേപ്പേഴ്സിന്റെ ഫീസ്. യെസ്, അതിൽ SBLന്റെ ഫീസ് കുറച്ച് ഹൈ ആണ്. ദാറ്റ് ഇസ് അറൌണ്ട് 24,000 ഒക്കെ വരുന്നുണ്ട്. SBRന്നത് ലോ ആണ്, കുറച്ചും കൂടി കുറയും. സോ ഓൾ ടുഗെദർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിയർലി ഒരു 3 lakhന്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാം ഫീ ഒക്കെ ആയിട്ട് മാറ്റി വെക്കേണ്ടി വരും. കോച്ചിങ് ഫീ സെപ്പറേറ്റ് ആണ് വരിക. അറൌണ്ട് ഐ ക്യാൻ സേ ഒരു 4.5 lakhന്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ കോഴ്സ് പഠിക്കുന്നത് ഇസ് ഇറ്റ് വർത്ത് എന്ന് ചോദിക്കും. നിങ്ങൾ 9 പേപ്പർ കഴിയുമ്പോൾ തന്നെ പാർട്ട് ക്വാളിഫൈഡ് ആണ്. ഒരു ACCA എന്ന് പറയുന്ന കോഴ്സിന്റെ ഒരു ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോബ് ഉണ്ടാവും. ബിക്കോസ് ആസ് യു നോ, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് അധിക സ്ഥലത്തുള്ളത്. നമ്മൾ പഠിക്കുന്നത് UK ലോയും അതിന്റെ ടാക്സേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഫോറിൻ കമ്പനീസ് ആണ് ഒട്ടുമിക്ക, ഈവൻ ഇന്ത്യയിലാണെങ്കിലും മോസ്റ്റ് ഓഫ് ദം ആർ മൾട്ടിനാഷണൽ കമ്പനീസ് ഓർ ഹു ഫോളോ such rules. അപ്പം നിങ്ങൾക്ക് ഒരു ACCA കിട്ടുന്ന പ്രിഫറൻസ് മച്ച് മോർ ഹയർ ആണ്. Now we'll see ACCA versus CA. CAന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് ഇസ് എക്സ്ട്രീംലി ലോ. ഓക്കെ, ഭയങ്കര കമ്പയർഡ് ടു ACCA ഭയങ്കര ലോ ആണ് ഫീസ്. പക്ഷെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ യെസ്, CA is more difficult. I'll tell you why. പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അവർ ഇന്ത്യൻ ലോ പഠിക്കുന്നു, ഇന്ത്യൻ ടാക്സേഷൻസ് ആൻഡ് GST കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. നമ്മൾ നേരെ പഠിക്കുന്നത് UKയുടെ ടാക്സേഷനും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. പോർഷൻ ഏകദേശം സെയിം ആണ് ആക്ച്വലി. പക്ഷെ വൈ ദ ഡിഫറൻസ് ഓർ വൈ ഇസ് ഇറ്റ് മോർ ടഫ് ദാൻ ACCA എന്ന് പറയാൻ റീസൺ എന്താ വെച്ചാൽ ഇവർക്ക് 4 പേപ്പർ ഒരുമിച്ച് എഴുതണം. ഈ 4 പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പർ പൊട്ടിയാൽ തന്നെ എല്ലാം ആദ്യം തൊട്ട് എഴുതണം. ഭയങ്കര കഷ്ടമല്ല അത്. അപ്പൊ ബിഗിനിങ് തൊട്ട് അവർ എഴുതണം. അത് മാത്രമല്ല, ഈ 4 പേപ്പർ പാസ്സായാൽ മാത്രം പോരാ, ഇവർക്ക് ഒരു എഗ്രഗേറ്റ് മാർക്ക് ഉണ്ട്. ഈ മാർക്കും കൂടി കിട്ടിയാലേ ഇവരെന്ത് ചെയ്യുള്ളൂ, എക്സാം ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ചൊറ പിടിച്ച പരിപാടി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ACCയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ പേപ്പർ, ഇപ്പൊ ഞാൻ F1 എഴുതി, പിന്നെ ഞാൻ ഒരു F4 എഴുതി, അല്ലെങ്കിൽ F3 എഴുതി, അത് കഴിഞ്ഞ് F7 എഴുതി, അങ്ങനെ എനിക്ക് എന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് എനിക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ നമുക്ക് 50 മാർക്സ് ആണ് പാസിംഗ് മാർക്ക് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ മാത്രം പിന്നീട് എഴുതിയെടുത്താൽ മതി. അപ് ടു 3 പേപ്പേഴ്സ് അറ്റ് എ ടൈം നമുക്ക് എഴുതാം. അപ് ടു 3 to 4 പേപ്പേഴ്സ് നമുക്ക് എഴുതാം. 2 പേപ്പേഴ്സ് or 3 പേപ്പേഴ്സ് ഒക്കെ എഴുതാം.
അപ്പം ഫസ്റ്റ് തന്നെ ആരും പോയിട്ട് 3 പേപ്പേഴ്സ് ഒന്നും എഴുതില്ല. എല്ലാരും ആദ്യമൊക്കെ 1 പേപ്പർ ഒക്കെ വെച്ചിട്ട് പിന്നെ there are a lot of students who write 2 papers together and then there are a lot of students who write 3 paper together. അത് നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പേപ്പർ പോയി നിങ്ങൾ അത് വീണ്ടും ഇരുന്ന് പഠിക്കുകയാണ്. അപ്പം ബാക്കി 2 പേപ്പേഴ്സിന്റെ കൂടെ ഒക്കെ എഴുതുകയാണെങ്കിൽ if you really manage your time and all you can do it. Okay. ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജും ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ ആണ്. ഐ ടെൽ യു വൈ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഈ കോഴ്സിനെ നമ്മൾ പറയുന്ന ലൈക്ക് നമ്മളിപ്പോ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടേക്ക് ACCA. പക്ഷെ ഇത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും കൂടിയാണ്. കാരണം ഇത് നമ്മളെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കോഴ്സ്. എനിക്ക് ഇഷ്ടമുള്ളപ്പം എക്സാം ബുക്ക് ചെയ്ത് എനിക്ക് എഴുതാം. അപ്പം ചിലപ്പം നമ്മളിങ്ങനെ മടി പിടിച്ച് ലാഗ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇതിൽ നല്ലോണം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ കാരണം 4 ഇയേഴ്സും 5 ഇയേഴ്സും എടുക്കുന്നത് ഇതിൽ വളരെ കോമൺ ആണ്. ഭയങ്കര എക്സ്ട്രീംലി കോമൺ ആണ്. പക്ഷെ നിങ്ങൾ അത്രയും ഒരു ടൈം ടേബിൾ വെച്ച് ഫോക്കസ് ചെയ്തൊക്കെ ഇരിക്കുവാണെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സ് ഓർ there are students who have finished in 1.5 years and all. അതൊക്കെ ഭയങ്കര റെയർ കേസസ് ആണ്. ബട്ട് 2.5 ഇയേഴ്സ് ഇൻ 3 ഇയേഴ്സിൽ ഫിനിഷ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 18 ഇയേഴ്സിൽ തുടങ്ങുവാണെങ്കിൽ ബൈ 21 ഓർ ബൈ 22 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, നിങ്ങൾ ഒന്ന് സെറ്റിൽ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു ജോബിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുക എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ദെൻ വി ഹാവ് ദ ഡിഫിക്കൽട്ടി ലെവൽ. യെസ്, നല്ല ഡിഫിക്കൽട്ട് ആണ്, കോഴ്സ് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ നിങ്ങളൊരു റെഗുലർ ഡിഗ്രി പേഴ്സണിനെ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര ലൈറ്റ് ആയിട്ട് നിങ്ങൾ സബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, അപ്പൊ നമുക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരുമോ, നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഫ്രീ ടൈം ഒക്കെ അത്യാവശ്യം കിട്ടുക ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഒക്കെ നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ടൊക്കെ പഠിക്കാം. എക്സാമിന്റെ 2 ആഴ്ച മുന്നേ ചിലപ്പോൾ തലേന്ന് കുറച്ച് പുകയൊക്കെ പോവും. ബട്ട് ആസ് ഐ സെഡ്, പ്രൊഫഷണൽ കോഴ്സ് ആവുമ്പം അതിന്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇപ്പം ഞാൻ അതിനെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഐ എം ടേക്കിംഗ് ഡിഗ്രി, ഈ പറഞ്ഞ മാതിരി ഒരു 2 to 3 lakhs എന്തായാലും ചെലവാണ്. ഓർ ഇഫ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു അങ്ങനത്തെ ഒരു കോളേജിലൊക്കെ കയറുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ PG ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ടേക്സ് അറൌണ്ട് 5 to 6 years അല്ലെ. അത് കഴിഞ്ഞാലും എനിക്ക് ചിലപ്പോൾ അത്ര ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോബ് കിട്ടണം എന്നില്ല. പക്ഷെ ആ സമയം ഞാൻ ഇവിടെ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ സെറ്റ് ആവും എന്നുള്ള രീതിയിലാണ് ഐ വ്യൂ ഇറ്റ്. അപ്പം അതിന് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എസ്പെഷ്യലി വെൻ യു റീച്ച് ചില സ്കിൽ പേപ്പേഴ്സ് ആൻഡ് പ്രൊഫഷണൽ പേപ്പേഴ്സ് നല്ല മെനക്കെടുണ്ട്. ആൻഡ് എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുന്നതൊക്കെ ഭയങ്കര റെയർ ആണ്. അത് വളരെ കോമൺ ഒന്നല്ല. ഒരു പേപ്പറൊക്കെ എന്തായാലും നിങ്ങൾ പൊട്ടും, അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ടു ടെൽ യു ദ ഹാർഷ് റിയാലിറ്റി. അപ്പം അതിൻ്റെതായ മെനക്കെടുണ്ടാവും, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ജോബിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹണ്ട് ഉണ്ടല്ലോ, ആ സ്ട്രെസ് എടുക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ഈ ഒരു സ്ട്രെസ് എടുക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഐ വ്യൂ ഇറ്റ്. ഓക്കെ, ദെൻ യു ഹാവ് ദിസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്ലേസ്മെന്റ്സ്. ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്ലേസ്മെന്റ്സ്, നിങ്ങൾക്ക് ബിഗ് 4 കമ്പനീസ്, അതായത് ഡിലോയിറ്റ്, KPMG, EY ഒക്കെ പോലത്തെ കമ്പനീസിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടും. ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ലോയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ വർക്ക് ഇൻ ഫൈനാൻഷ്യൽ സെക്ടേഴ്സ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അങ്ങനെ ഒത്തിരി ഏരിയാസ് ഉണ്ട്. കാരണം കുറെ പേരൊക്കെ വിചാരിക്കുന്നത് പറഞ്ഞാൽ ACC എന്ന് പറഞ്ഞാൽ ഓക്കെ അക്കൗണ്ടൻസി ആണ്, അക്കൗണ്ടന്റ്, നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ഓക്കെ, അക്കൗണ്ട്സ് ഒരുപാടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ വേറെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പ്രൊഫഷണൽ പേപ്പർ ലെവലൊക്കെ എത്തുന്ന സമയത്ത് ബേസിക് അക്കൗണ്ടിങ് ഒക്കെ വിട്ടിട്ട് വി ആർ മോർ അബൌട്ട് സ്കില്ലും അപ്ലിക്കബിൾ ലെവലും പ്രോബ്ലം സോൾവിങ്ങും, ഒരു കമ്പനിയിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിനെ എങ്ങനെ റിപ്പോർട്ട് ആക്കുന്നു, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇറ്റ്സ് എ മിക്സ് ഓഫ് മെനി മോർ തിങ്സ്. അപ്പം നിങ്ങളുടെ ജോബും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. Then പിന്നെ ചോദിക്കുന്നത് which country has the highest value for ACCA? If I'm telling that Germany നല്ല വാല്യൂ ഉണ്ട്. then യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഓസ്ട്രേലിയ ഒക്കെ ആണ് ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ACCAക്ക്. സോ എബ്രോഡ് പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഇൻ അക്കൗണ്ടൻസി ദാറ്റ് ഇസ് ACCA, നോ ഡൗട്ട്. അത് ഇപ്പം ഈവൺ CMA ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, അതിനെക്കാട്ടി ഒക്കെ പ്രിഫറൻസ് കിട്ടുന്നത് ACCAക്കാണ്. ദെൻ വിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേക്ക് ഓവർ ACCA എന്നുള്ള ഒരു കൺസേൺ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പം യെസ്, ചില ഏരിയാസ് AI ഇസ് ടേക്കിംഗ് ഓവർ. പക്ഷെ അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഏരിയാസ് ഉള്ളത് കൊണ്ട് AIന് കംപ്ലീറ്റ്ലി SSCനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അക്കൗണ്ടിങ് ഒരുപാട് നമുക്ക് AI ടൂൾസും കാര്യങ്ങളൊക്കെ കുറെ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. അത് കാരണം സാലറിയും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. ബട്ട് അവിടെയാണ് ഇപ്പൊ പണ്ട് അത്ര ഭയങ്കര പ്രിഫറൻസ് ഇല്ലാത്തൊരു സാധനമായിരുന്നു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോബ്. പക്ഷെ ഇപ്പം അതിന് നല്ല പ്രിഫറൻസ് ഉണ്ട്. ബിക്കോസ് AI ടേക്ക് ഓവർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ AIനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോബിൽ വരുന്നത്. അപ്പം അത് കാരണം അതിനിപ്പോ ഹൈ പ്രിഫറൻസ് ഉണ്ട്. അപ്പം AI വന്നു കഴിഞ്ഞാലും ACCAക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും സ്വിച്ചിങ് ഓപ്ഷൻസ് നല്ല രീതിയിൽ ACCAയിൽ ഉണ്ട്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പായി ജോബ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി എത്ര ഹൈ മാർക്ക് വാങ്ങിയാലും റാങ്ക് വാങ്ങിയാലും ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു യുവർ സ്കിൽ വിച്ച് യു വിൽ ഗെറ്റ് പ്ലേസ്ഡ്. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയും ഒക്കെ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുക എന്നുള്ള ഒരു വലിയ ഫാക്ടർ ഉണ്ട്. ദെൻ യെസ്, സാലറി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിപ്പം ഒരു 10 പേപ്പേഴ്സ് ഒക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ UAE-ലൊക്കെ യു വിൽ ഗെറ്റ് അറൌണ്ട് 300-500 dirhams സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട്. ദെൻ ഫോർ അതർ ജോബ്സ്, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും തെറ്റില്ലാത്ത ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. യു ഹാവ് ലെക്ചറിങ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പെർ അവർ പേ കിട്ടുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്. സോ ഹൈലി പെയ്ഡ് ആവാൻ ചാൻസ് നല്ല രീതിയിലുള്ള ഒരു ഏരിയ ആണ് ഇത്. ലൈക്ക് മന്ത്ലി ഇപ്പം ചില സെക്ടേഴ്സിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു മന്ത് നിങ്ങൾക്ക് നിയർലി 2 to 3 lakh വരെ ഏൺ ചെയ്യാൻ. ഓക്കെ, അത് തന്നെ ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, റൈറ്റ് ഫ്രം ദി സ്റ്റാർട്ട് അല്ല, ഒരു ആവറേജ് ലെവലിലൊക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 3 lakh ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയാസ് ACCAയിൽ ഉണ്ട്. സോ ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ് ഇൻ ടേംസ് ഓഫ് സാലറി. അപ്പൊ സാലറി നോക്കിയിട്ട് കുറെ പേര് വരുന്നവരുണ്ട്. പക്ഷെ ആസ് ഐ സെഡ്, അതിൻ്റെതായ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. നിങ്ങൾ കുറെ ഇവന്റ്സ് ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കുറെ സ്ട്രെസ് ഉണ്ട്. പറയുന്ന പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെ ഇപ്പം ഒരുപാട് പേര് ACCA എടുക്കുന്നുണ്ട്. ബട്ട് വാട്ട് വി ഹാവ് ടു സീ ഇസ് ദാറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു കം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ആക്ച്വലി പുട്ട് യുവർ ഓൾ യുവർ ഹാർഡ് വർക്ക് ഇൻ ടു, അല്ലെങ്കിൽ നിങ്ങളെ സമയമൊക്കെ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കോഴ്സാണ്. ബിക്കോസ് ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് അപ്പ് ദിസ് ആൻഡ് ദെൻ ഡ്രോപ്പിംഗ് ഔട്ട്. ആൻഡ് പിന്നെ കുറെ പേര് ചോദിക്കും, അങ്ങനെ ഞാൻ എടുത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ബട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്താലും അത് കംപ്ലീറ്റ്ലി വേസ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്ന് അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ എഴുതി കഴിഞ്ഞ ആ ഒരു പേപ്പേഴ്സിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു 8 പേപ്പർ നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞാൽ 8 പേപ്പറിന്റെ വാല്യൂ ഉണ്ട്, ഇറ്റ്സ് ദെയർ. അപ്പൊ അത് ഒരിക്കലും കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും വേസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അതുപോലെ തന്നെ 11th ജോയിൻ ചെയ്യുന്നവരുണ്ട്. അതിപ്പം റീസെന്റ് ആണ് അങ്ങനെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. 11th സ്റ്റുഡൻറ് സ്റ്റാർട്ട് ജോയിനിങ് ACCA. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 yearsൽ അവർ ചിലപ്പോൾ ഒരു 2 പേപ്പറോ അല്ലെങ്കിൽ 3 പേപ്പറൊക്കെ ആയിരിക്കും ക്ലിയർ ആവുക. പക്ഷെ ആ ഒരു 3 പേപ്പർ ക്ലിയർ ആവുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസും ഹൈ ആണ്. ഇത് കഴിഞ്ഞ പാടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്കില്ലിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ മാത്രമൊക്കെ ചെയ്യാം. ആൻഡ് സ്കൂളിംഗ് ടൈമിൽ തന്നെ ഇത് പഠിച്ചു പോകുമ്പോൾ ചിലപ്പം സ്കൂളിൽ ഇപ്പം കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഓൾറെഡി എന്ത് പഠിക്കുന്നുണ്ട്, അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ ഈ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് നമുക്കൊരു 2 years ടൈമിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്ര സ്ട്രഗിളും അത്ര ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. അപ്പം അങ്ങനെ ഇപ്പൊ ഒത്തിരി ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് എന്റെ തന്നെ 11th സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുള്ള. അപ്പൊ അതും ഹൈലി റെക്കമെൻഡഡ് ആണ്. സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി കോഴ്സ്. അപ്പം നിങ്ങളെ പൊട്ടൻഷ്യൽ, നിങ്ങളെ എബിലിറ്റി നോക്കി, മോർ ദാൻ പൊട്ടൻഷ്യൽ ആൻഡ് എബിലിറ്റി ഐ വുഡ് സേ, നിങ്ങൾ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണോ എന്ന് നോക്കിയിട്ട് യു ടേക്ക് ദിസ് കോഴ്സ്. ആൻഡ് യെസ്, ഫ്രം മൈ എക്സ്പീരിയൻസ് ഒട്ടും എൻജോയ്മെന്റ് ഇല്ല ഈ കോഴ്സ് എടുത്താൽ എന്നൊന്നല്ല. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ടൈം ടു ഡു യുവർ തിങ്സ് ആസ് വെൽ. പക്ഷെ when it gets on to the next level, yes, നമുക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു ഫാക്ട് ഉണ്ട് അവിടെ. Okay, so that's it. So if you have any more doubts or queries regarding the course, just drop it down in the comment box and I'll be clearing it off. Okay, so thank you.